നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് നഗരസഭയിലെ കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവർക്ക് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്യാൻ തീരുമാനമെടുത്ത് കൗൺസിൽ. സർക്കാർ അനുമതിക്ക് കാത്തുനിൽക്കാതെയാണ് തീരുമാനം. കൗൺസിൽ യോഗം ചേർന്നത് ഓൺലൈനായി. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ജനങ്ങൾ ദുരിതത്തിലെന്ന CPMന്റെ ആരോപണം തള്ളി പ്രസിഡന്റ്. ആരോപണങ്ങളിൽ കഴമ്പില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള മുതലെടുപ്പിന്റെ ഭാഗമാണ് ആരോപണമെന്നും പ്രസിഡന്റ്. ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ തെരുവുനായ ആക്രമണം. പശുക്കുട്ടിയെ തെരുവുനായ്ക്കൾ കടിച്ചു കൊന്നു. നായ്ക്ക് പേ ഉള്ളതായി സംശയിക്കുന്നതായി നാട്ടുകാർ. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗിലെ പ്രശ്നങ്ങൾ ഒത്തുതീർന്നേക്കും. പ്രസിഡന്റ് KT അഫ്സൽ ജില്ലാ നേതൃത്വത്തെ രാജിസന്നദ്ധത അറിയിച്ചത് മഞ്ഞുരുകുന്നതിന്റെ സൂചന. രാജി നൽകിയാൽ സ്വാഗതം ചെയ്യുമെന്നും പാർട്ടി തീരുമാനമനുസരിച്ച് മുന്നോട്ടു പോകണമെന്നും ലീഗ് മണ്ഡലം പ്രസിഡന്റ് AK നാസർ. ശുചിത്വ റാങ്കിങ്ങിൽ ദേശീയ തലത്തിൽ മുന്നിലെത്തി ചെറുപ്പശ്ശേരി നഗരസഭ. സംസ്ഥാനത്ത് 5ാം സ്ഥാനവും ദേശീയ തലത്തിൽ 161ാം സ്ഥാനവും നേടിയാണ് കുതിപ്പ്. ഷൊർണൂർ, പട്ടാമ്പി നഗരസഭകൾക്കും മികച്ച നേട്ടം. മുഴുവൻ അംഗൻവാടികളും സ്മാർട്ടാക്കി മലപ്പുറം നഗരസഭ. രാജ്യത്ത് ഒരു തദ്ദേശഭരണ സ്ഥാപനം ഈ നേട്ടം കൈവരിക്കുന്നത് ആദ്യം. ഉദ്ഘാടനം കേന്ദ്രമന്ത്രി നിർവഹിച്ചു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മണ്ണാർക്കാട് നഗരസഭയിലെ കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവർക്ക് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്യാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. സർക്കാർ അനുമതി തേടിയിട്ടുണ്ടെങ്കിലും ലഭിച്ചിട്ടില്ല. അനുമതിക്ക് കാത്തുനിൽക്കാതെ അടിയന്തരമായി കിറ്റ് വിതരണം നടത്തുമെന്ന് നഗരസഭാ അധ്യക്ഷൻ അറിയിച്ചു. രാവിലെ ചേർന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ ഭക്ഷ്യധാന്യ തീരുമാനമെടുത്തത് അറിഞ്ഞ ഇടതുപക്ഷ കൗൺസിലർമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നാടകം നടത്തിയതായി ചെയർമാൻ. നമ്മൾ പത്രക്കാരോട് പറഞ്ഞത് നഗരസഭ ശ്രദ്ധിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഞാനത് പറഞ്ഞതല്ലേ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇവിടുന്ന് അങ്ങോട്ട് അപ്പൊ ആർക്കും വേണമെങ്കിലും പത്രക്കാരെ കാണാൻ പറയാം. അതല്ലേ പറഞ്ഞത്. നമുക്ക് പ്രാവർത്തികമായിട്ട് കാര്യങ്ങൾ നടക്കുകയാണ് വേണ്ടത്. പത്രസമ്മേളനം പത്രക്കാരോട് പറയാം, നമുക്ക് ചാനലിൽ വരും, അതൊക്കെ ആവശ്യമാണ്. പക്ഷേ ഇപ്പോ നമ്മൾ പ്രവർത്തിക്കേണ്ട സമയമാണ്. നമുക്ക് കൃത്യമായിട്ട് ഞാൻ 24 hours അലർട്ടാണ്. കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവർ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഈ പ്രയാസം നേരിടാൻ അടിയന്തരമായി നഗരസഭയിലെ 5 വാർഡുകളിലുള്ളവർക്കും കിറ്റ് നൽകണം. ഇതിന് സർക്കാരിനോട് അനുമതി തേടിയിട്ടുണ്ട്. വാർഡുകളിലെ എല്ലാവർക്കും നൽകണമെന്നാണ് ആഗ്രഹം. ഏറ്റവും കുറഞ്ഞത് 15 ലക്ഷം രൂപയെങ്കിലും വേണം. ഇത് നൽകാൻ സർക്കാർ തയ്യാറാവണം. പണം തരുന്നില്ലെങ്കിൽ നഗരസഭയ്ക്ക് ഉത്തരവെങ്കിലും നൽകണം. സർക്കാർ ഉത്തരവ് കാത്തു നിൽക്കാനാവില്ല. ആളുകളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ നഗരസഭ തയ്യാറല്ലെന്നും നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ പറഞ്ഞു. അത് പരിമിതമാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് 1500, ഞാനൊരു ആവറേജ് കണക്ക് വെച്ചിട്ട് നമ്മുടെ ഒരു വാർഡിൽ ഒരു 300 വീടുണ്ടാകും. അതിലൊരു 10% ആളുകൾക്ക് വേണ്ടി വരില്ല. പക്ഷെ ഈ 10% മാറ്റി നിർത്തുമ്പോൾ ആ 10%ആയിരിക്കും ആദ്യം വേണ്ടി വരിക. ഈ ആളുകൾക്ക് ഇത് കൊടുക്കുമ്പോൾ അതൊരു അവകാശമായിട്ടാണ് ആളുകൾ കാണുക. കാരണം ഇതൊക്കെ നമ്മൾ എത്ര തവണ കൊടുത്തതും നമ്മൾ അനുഭവിച്ചോളും. അപ്പൊ അതിലൊരു കുറ്റമറ്റ രീതിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാ APLും BPLും കോളനികളും എല്ലാ ആളുകളും കൊടുക്കേണ്ടി വരും. കാരണം ഇത് ആളുകൾ കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ പരാതി ഉണ്ടാവും, കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാത്ത പരാതികൾ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ വളരെ സയന്റിഫിക് ആയിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അപ്പൊ ഇതിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം സർക്കാരിന്റെ അനുമതിക്ക് വേണ്ടിയിട്ട് ഈ സബ് കളക്ടർ മീറ്റിംഗിലും കളക്ടർ 2 തവണ മീറ്റിംഗ് ചേർന്നപ്പോഴും ഞാൻ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോ ഒക്കെ സർക്കാരിന്റെ അനുമതി കിട്ടിയിട്ടില്ല. സർക്കാരിന് ഒരു അനുമതി തന്നാൽ മതി. നമ്മൾ സർക്കാർ ആണ് സംബന്ധിക്കുമ്പോൾ തരേണ്ടത് എങ്കിൽ തന്നെ ഇനി സർക്കാരിന് തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നഗരസഭയ്ക്ക് ഒരു ഉത്തരവ് ഇത് ചെയ്യാമെന്നുള്ള ഉത്തരവ് തന്നാൽ മതി. ഇനി അതും തരുന്നില്ലെങ്കിൽ ഇനിയും ആ ഉത്തരവ് കാത്തു നിൽക്കാൻ നഗരസഭയ്ക്ക് കഴിയില്ല എന്നാണ് ഞാൻ തുറന്നടിച്ചു പറയുന്നത്. രാവിലെ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ C. ഷഫീഖ് റഹ്മാൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ K. ബാലകൃഷ്ണൻ, ഹംസ കുറുവണ്ണ, ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ എന്നിവരുടെ യോഗമാണ് നടന്നത്. ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം നടത്താൻ അനുമതി ആവശ്യപ്പെട്ട് ഈ യോഗത്തിൽ നിന്ന് തന്നെ കലക്ടറെ വിളിച്ചു. പക്ഷേ അനുമതി ലഭിച്ചില്ല. ഇതിനുശേഷം CPM കൗൺസിലർമാർ മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ചെയർമാനെ ഫോണിൽ വിളിച്ചത് നാടകമാണെന്നും നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു. ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട് ആളുകൾക്ക്. അത് ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ അത് സഹകരിച്ച് മുന്നോട്ട് പോവുക അല്ലാതെ വേറെ മാർഗമല്ല. അപ്പൊ ഇതിൽ ഇന്നിപ്പോ ഇവിടെ യോഗം ചേർന്ന സമയത്ത് തന്നെയാണ് തീരുമാനം എടുത്ത സമയത്താണ് മൻസൂർ കൗൺസിലറിനെ വിളിച്ചിരുന്നു. അത് ഇങ്ങനെ ഒരു പത്രക്കാരൻ മുമ്പിൽ നിന്ന് വീഡിയോ കാർഡ് വിളിച്ച് അങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് യോഗം വിളിക്കുന്നുണ്ട്. 3 മണിക്ക് തന്നെ യോഗം തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പറഞ്ഞു. അപ്പോ അതേപോലെ തന്നെ ഈ കാര്യത്തിൽ ഇതൊരു കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒന്നും ആവശ്യമല്ല. പിന്നെ എല്ലാ രീതിയിലും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരം ഈ കാര്യത്തിൽ നഗരസഭ ചെയ്യേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും
അത് കളക്ടറുമായും അതുപോലെ തന്നെ DSPയുമായും പോലീസുമായും ഒക്കെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങളിൽ നഗരസഭ നിതാന്ത ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നുള്ള വിവരം ഈ കൗൺസിലിനെ അറിയിക്കുകയാണ്. ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ടുവരുന്ന വാഹനങ്ങൾ കടത്തിവിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന് അവർക്ക് യാത്രാപാസും നൽകും. പെരുമ്പടാരി GLP സ്കൂളിൽ ക്ലിനിക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് മണ്ണാർക്കാട് നഗരസഭയിലുള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയും ചങ്ങലേരി ഭാഗത്തുള്ളവർക്ക് മറ്റൊരു ക്ലിനിക്ക് ഏർപ്പെടുത്തണമെന്നും കളക്ടറോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും ചെയർമാൻ അടിയന്തര കൗൺസിൽ യോഗത്തിൽ അറിയിച്ചു. നിപ്പ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ജനങ്ങൾ ദുരിതത്തിലെന്ന CPMന്റെ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമാണ് ആരോപണങ്ങളെന്നും പ്രസിഡന്റ് പറഞ്ഞു. നിപ ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗൗരവകരമായാണ് പഞ്ചായത്ത് കാര്യങ്ങൾ കാണുന്നത്. കണ്ടെയ്ൻമെന്റ് സോണുകളിലെ സാധാരണ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണത്തിനായി ജൂലൈ ആദ്യവാരങ്ങളിൽ തന്നെ സംസ്ഥാന സർക്കാരിനും ജില്ലാ കളക്ടർക്കും അപേക്ഷ സമർപ്പിച്ചിരുന്നു. MLAയോട് നേരിട്ടും വിഷയം പറഞ്ഞിരുന്നു. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ കളക്ടറുടെ ഭാഗത്തുനിന്നോ നടപടിയൊന്നും ഉണ്ടായില്ലെന്നത് മാത്രമല്ല, പഞ്ചായത്ത് തനത് ഫണ്ട് വിനിയോഗിക്കുവാനുള്ള ഉത്തരവും നൽകുന്നില്ലെന്നും പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. കണ്ടെയ്ൻമെന്റ് സോണിലെ വാർഡുകളുടെ ചുമതല ഓരോ ഓഫീസർമാർക്കായി വീതിച്ചു നൽകിയിട്ടുണ്ട്. പ്രത്യേക വളണ്ടിയർ കാറ്റഗറി പ്രകാരം 15 പേരെ നിയമിച്ചിട്ടുണ്ട്. കിടപ്പ് രോഗികൾക്കും വയോധികർക്കും ആവശ്യമായ മരുന്നുകൾ അവരുടെ കൈവശം ലഭ്യമാക്കുവാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷ്യസാധനങ്ങളുടെ ലഭ്യതയും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് ഭരണസമിതിക്ക് സ്വയമേവ നിർവഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം മികച്ച രീതിയിൽ നടപ്പിലാക്കി വരുന്നു. അതോടൊപ്പം തന്നെ 2 ആശുപത്രികളിൽ പ്രത്യേകം ഫീവർ പോയിന്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓരോ വാർഡിലും പ്രത്യേകം ആരോഗ്യ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. CPM ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ മുതലെടുപ്പാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തച്ചനാട്ടുകര പഞ്ചായത്തിൽ ഒരു സ്ത്രീക്ക് ആദ്യമായി നിപ്പ ഉണ്ടായപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ പഞ്ചായത്തിൽ വിശാലമായ യോഗം ചേർന്നു. അതിൽ ആരോഗ്യ പ്രവർത്തകർ, പോലീസ്, എല്ലാ വിഭാഗക്കാരുമുണ്ട്. അന്ന് ഞങ്ങളെടുത്തൊരു തീരുമാനം, അഥവാ ഞങ്ങൾ അവിടെ പങ്കുവെച്ചത്, കണ്ടെയ്ൻമെന്റ് സോണിലുള്ള ആളുകൾക്ക് പുറത്തു പോകാൻ കഴിയില്ല. ധാരാളം കോളനികളുള്ള സ്ഥലമാണ്. അപ്പോൾ അവർക്ക് സാധാരണക്കാരായ ആളുകളുള്ള സ്ഥലമാണ്. അവർക്ക് തീർച്ചയായും ഒരു ഭക്ഷ്യധാന്യ കിറ്റ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണം എന്ന് അവിടെ ഒരു പൊതുധാരണ ഉണ്ടായി. ആ ധാരണയ്ക്ക് പുറത്ത് 10/7 ജൂലൈ 10-ാം തീയതി സംസ്ഥാന സർക്കാരിനും ജില്ലാ കളക്ടർക്കും ഞങ്ങളൊരു അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. അതിൽ ആവശ്യം ഇതായിരുന്നു: കണ്ടെയ്ൻമെന്റ് സോണിൽ കിറ്റ് നൽകണം. അത് ബന്ധപ്പെട്ട സർക്കാരോ കളക്ടറുടെ ഭാഗത്തുനിന്നോ ഉണ്ടായില്ല എങ്കിൽ പഞ്ചായത്ത് സന്നദ്ധനാണ്, പഞ്ചായത്ത് തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കാം എന്ന് ആവശ്യപ്പെടുകയും, എന്നാൽ തനത് ഫണ്ട് എടുത്ത് 1 രൂപ പോലും ചെലവഴിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേകമായ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ കത്തയച്ചു. പക്ഷേ കളക്ടറുടെ ഭാഗത്തുനിന്നും ഉചിതമായ മറുപടി ഉണ്ടായില്ല. കളക്ടർ പറഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഉചിതമായ മറുപടി കിട്ടിയിട്ടില്ല എന്നാണ്. തുടർന്നാണ് ഇപ്പോൾ ഉള്ള ഈ 3 വാർഡിലും ഇതേപോലെ കണ്ടെയ്ൻമെന്റ് സോൺ ആയത്. വീണ്ടും ആദ്യം നടന്ന ഓൺലൈൻ മീറ്റിങ്ങിൽ തന്നെ ഞാൻ ആ ആവശ്യം വീണ്ടും ഉന്നയിച്ചു കളക്ടറുമായി. അപ്പോൾ കളക്ടർ പറഞ്ഞത് ഇത് മന്ത്രിസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, ഭക്ഷ്യ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 2 ദിവസത്തിനകം അടിയന്തരമായ അവരുടെ മന്ത്രിസഭാ യോഗം ചേർന്ന് ഇതിന് മറുപടി, ഒരു തക്കതമായ ഉചിതമായ രീതിയിലുള്ള മറുപടി നമുക്ക് ലഭിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ രാവിലെ ഞാൻ ബ്ലൈൻഡ് സ്കൂളിൻ്റെ ഒരു പരിപാടിയുമായി പ്രേംകുമാർ MLAയും ഒത്ത് പങ്കെടുക്കേണ്ടായി. അപ്പോൾ പ്രേംകുമാർ MLAയോട് ഞാൻ ഇതേ വിഷയം ഗൗരവപൂർവ്വം പറഞ്ഞു. എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിനൊരു ജിയോ കിട്ടുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. MLA അനുകൂലമായി ചിന്തിക്കാം എന്ന് എനിക്ക് മറുപടി തന്നു. പക്ഷെ വൈകുന്നേരത്തെ 6:30 മണിക്ക് കളക്ടറുമായിട്ടുള്ള ഓൺലൈൻ മീറ്റിങ്ങിൽ ഞാൻ ഈ ആവശ്യം ആവർത്തിച്ചുന്നയിച്ചു. മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സണും അതേപോലെ കുമരപുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റും എൻ്റെ കൂടെ ഈ ആവശ്യം ഉന്നയിച്ചു. പക്ഷെ അവർക്ക് ഇതുവരെയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു അനുകൂലമായ തീരുമാനവും ലഭിച്ചിട്ടില്ല എന്നാണ് കളക്ടർ പറഞ്ഞത്. അപ്പം ഞാൻ ആവശ്യപ്പെട്ടു, വീണ്ടും ഓൺ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള ഓർഡർ എത്രയും വേഗം എത്തിച്ചേരണം. ആളുകളാകെ പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് വരെ ഞങ്ങളെല്ലാവരും പറയുണ്ടായി. പക്ഷെ ഇതുവരെയും നമുക്കതിന് ലഭ്യമായിട്ടില്ല. അപ്പം ഇതിൽ വെറുതെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇത്തരം പത്രപ്രസ്താവനയുമായിട്ടൊക്കെ രംഗത്ത് വരുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. അപ്പോൾ അതിൽ കൂടെ ഇത് ഒരു ഭാഗമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഈ പറഞ്ഞ നേതാക്കന്മാരോട്, ഈ പാർട്ടിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും നിലയിൽ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുമെങ്കിൽ അത് സ്വന്തം പാർട്ടിയുടെ
മന്ത്രിമാരോടോ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടോ അനുകൂലമായ ഒരു നിലപാട്, ഒരു ഓർഡർ വാങ്ങിച്ചു കൊടുത്താൽ അന്ന് തന്നെ കിറ്റുകളും മറ്റ് സംവിധാനങ്ങളും കൊടുക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്, പഞ്ചായത്ത് സന്നദ്ധരാണ് എന്ന് പ്രിയപ്പെട്ട സഹാക്കന്മാരോടും അറിയിക്കുകയാണ്. മണ്ണാർക്കാട് നിപ്പയിൽ ആശ്വാസം. നിപ്പ ബാധിച്ചു മരിച്ച ചങ്ങലീരി സ്വദേശിയുടെ മകന്റെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഐസൊലേഷൻ വാർഡിൽ കഴിഞ്ഞിരുന്ന ചങ്ങലേരി സ്വദേശിയായ 32-കാരന് മഞ്ചേരിയിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ നിപ്പ പോസിറ്റീവായിരുന്നു. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനയിലാണ് നെഗറ്റീവായത്. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. 32-കാരന്റെ പിതാവ് നിപ്പ ബാധിച്ചു മരിച്ചിരുന്നു. കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ച മണ്ണാർക്കാട്, കുമരമ്പത്തൂർ, കരിമ്പുഴ പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ തെരുവുനായ ആക്രമണം. പശുക്കുട്ടിയെ തെരുവുനായ്ക്കൾ കടിച്ചു കൊന്നു. ഹരിതകർമ്മസേനാംഗത്തിന്റെ ആടിനെയും ആക്രമിച്ചു. നായ്ക്ക് പേ ഉള്ളതായി സംശയിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് തെരുവ് നായ്ക്കൾ പശുക്കുട്ടിയെ ആക്രമിച്ചത്. അമ്പലപ്പാറ പൊട്ടച്ചിറ നാരായണന്റെ പശുക്കുട്ടിയെയാണ് നായ്ക്കൾ കടിച്ചു കൊന്നത്. തൊഴുത്തിൽ മറ്റ് പശുക്കൾക്കൊപ്പം കിടക്കുകയായിരുന്ന പശുക്കുട്ടിയെയാണ് ആക്രമിച്ചത്. ഇന്നലെ രാത്രി വന്നു 3 മണിക്ക്. അപ്പോഴാണ് നായ്ക്കളാന്നുള്ളത് മനസ്സിലായത്. ഞങ്ങളെ കണ്ടപ്പോൾ ഈ ടോർച്ചടി വെളിച്ചം കണ്ടപ്പോൾ നായ്ക്കൾ ഓടി. അതുണ്ടായതേ. പശുക്കുട്ടി. നായ്ക്കൾക്ക് പേവിഷബാധയുണ്ടോ എന്ന് സംശയിക്കുന്നതായും നാട്ടുകാർ പറഞ്ഞു. ഇതേ തുടർന്ന് തൊഴുത്തിൽ ഉണ്ടായിരുന്ന 3 പശുക്കൾക്കും പേവിഷബാധ പ്രതിരോധ വാക്സിൻ നൽകി. കഴിഞ്ഞ ദിവസം അമ്പലപ്പാറ കരിങ്കറക്കുന്ന പ്രേമയുടെ ആടിനെയും നായ്ക്കൾ ആക്രമിച്ചിരുന്നു. തോടിന് സമീപം മേയാൻ വിട്ട ആടിന്റെ മുഖത്താണ് നായ്ക്കൾ കടിച്ചത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ മുസ്ലിം ലീഗിലെ തർക്കങ്ങൾക്കും ഭിന്നതകൾക്കും പരിഹാരമാകുമെന്ന് സൂചന. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ ജില്ലാ നേതൃത്വത്തെ കണ്ട് രാജ്യസന്നദ്ധത അറിയിച്ചതോടെയാണ് ലീഗിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് കരുതുന്നത്. ജില്ലാ പ്രസിഡന്റ് നിർദ്ദേശമനുസരിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജി നൽകിയാൽ സ്വാഗതം ചെയ്യുമെന്നും പാർട്ടി തീരുമാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ടു പോകണമെന്നും മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് AK നാസർ പറഞ്ഞു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫസലി ക്ഷേത്രങ്ങളെ സമീപിച്ച് തങ്ങളോട് രാജി സന്നദ്ധത അറിയിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ലെറ്റർ കൈമാറുകയും ചെയ്താലും പിന്നെ വിശ്വസിക്കേണ്ട ആവശ്യമില്ലല്ലോ. തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പാർട്ടിക്കുള്ളിൽ നിൽക്കുകയും പാർട്ടി അച്ചടക്കത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിന് പാർട്ടി നേതൃത്വം നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഏതൊരാളെയും പാർട്ടി തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യും. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് വിമത വിഭാഗത്തിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ കഴിഞ്ഞ ദിവസമാണ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ കണ്ട് രാജ്യസന്നദ്ധത അറിയിച്ചത്. അഫ്സൽ രാജ്യസന്നദ്ധത അറിയിച്ചതിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് AK നാസർ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റിന്റെ നിർദ്ദേശമനുസരിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജി സമർപ്പിക്കണമെന്നും പാർട്ടി നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിനെ അംഗീകരിക്കുമെന്നും AK നാസർ പറഞ്ഞു. ബന്ധപ്പെട്ട് പാണക്കാട് തങ്ങളെ അവരെ സമീപിച്ചതായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജി വെക്കാമെന്നുള്ള സന്നദ്ധത അറിയിച്ചുകൊണ്ടുള്ള ലെറ്റർ കൈമാറിയതായിട്ട് അറിയാൻ സാധിച്ചു. അപ്പോൾ പാണക്കാട് തങ്ങൾ പറഞ്ഞിട്ടുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ആ വിഷയം സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജി കൈമാറാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയം നീണ്ട നാളായിട്ട് കൈകാര്യം ചെയ്യുന്നത് ജില്ലാ കമ്മിറ്റിയാണ്. മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ എന്നുള്ളവർക്ക് അബ്ബാസ് അലി ഷാബ്ദങ്ങളാണ് ഈ വിഷയത്തിൽ പല പ്രാവശ്യം ഇടപെട്ടിട്ടുള്ളത്. അപ്പോൾ രാജി സന്നദ്ധത അറിയിക്കുകയും തുടർന്ന് രാജി നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വീതം വയ്ക്കാൻ തീരുമാനിച്ചത് മുതൽ ഉയർന്നതാണ് ആലിപ്പറമ്പ് പഞ്ചായത്ത് മുസ്ലിം ലീഗിലെ ഭിന്നതകൾ. മുസ്ലിം ലീഗിന്റെ നിലവിലെ പഞ്ചായത്ത് സെക്രട്ടറി CT നൌഷാദ് അലിക്കായിരുന്നു ആദ്യ ഊഴം. 15 മാസം CT നൌഷാദ് അലി പഞ്ചായത്ത് പ്രസിഡന്റായി. തുടർന്ന് മുൻധാരണ പ്രകാരം 2021 ഏപ്രിൽ മുതൽ KT അഫ്സൽ പഞ്ചായത്ത് പ്രസിഡന്റായി. 2023 ഏപ്രിൽ 20-നകം രാജിവെക്കാൻ അഫ്സലിനോട് പാർട്ടി ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു. നിർദ്ദേശം പാലിക്കാതെ അഫ്സൽ പ്രസിഡന്റായി തുടരുകയും പാർട്ടി നേതൃത്വം അഫ്സലിനും അഫ്സലിനെ പിന്തുണയ്ക്കുന്ന അംഗങ്ങൾക്കുമെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്തു. അഫ്സലിനെതിരെ ഔദ്യോഗിക പക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ കോറം തികയാത്തതിനാൽ പ്രമേയം അവതരിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. ഔദ്യോഗിക പക്ഷത്തിന് 3 സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ സ്ഥാനങ്ങൾ നഷ്ടമാവുകയും ചെയ്തു. അഫ്സൽ പക്ഷത്തെ 3 പേരെ സ്ഥിരം സമിതി അധ്യക്ഷരായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇതോടെ MP മജീദ് അടക്കമുള്ള പഞ്ചായത്തിലെ പാർട്ടി ഔദ്യോഗിക വിഭാഗവും വിമതപക്ഷവും തർക്കവും ഭിന്നതകളും തുടർന്നു. ഇതിനിടെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ, വൈസ് പ്രസിഡന്റ് ഷീജാമോൾ എന്നിവരും ഇവരെ പിന്തുണയ്ക്കുന്നവരും കഴിഞ്ഞ ദിവസം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ കണ്ടത്. KT അഫ്സൽ രാജ്യസന്നദ്ധത അറിയിക്കുകയും ചെയ്തു.
ഇതിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി CT നൌഷാദ് അലി പറഞ്ഞു. പ്രസിഡന്റ് പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് രാജി നൽകേണ്ടത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംഘടനാ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്നും CT നൌഷാദ് അലി പറഞ്ഞു. തീർച്ചും പാർട്ടി അച്ചടക്കം ലംഘിച്ച ജനപ്രതിനിധികൾ അയോഗ്യരാകാൻ പോകുന്ന ഒരു സമയം കൂടെയാണ് ഈ അടുത്ത മാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റു മെമ്പർമാരും നേരത്തെ നിർദ്ദേശിച്ചതനുസരിച്ച് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ അടുത്ത് പോയി രാജി സമർപ്പിക്കുകയും അതിൻ്റെ തുടർ പ്രവർത്തനം എന്നുള്ള നിലക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഔദ്യോഗികമായി രാജി കത്ത് നൽകുകയും ചെയ്താൽ പൂർണ്ണമായിട്ടും അതനുസരിച്ച് പാർട്ടിയുമായി സഹകരിച്ച് ഇവർ പ്രവർത്തിക്കാൻ തയ്യാറാകുന്നതിനെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സ്വാഗതം ചെയ്യുകയാണ്. കാരണം ആലിപ്പറമ്പ് പഞ്ചായത്ത് കാലങ്ങളായിട്ട് UDF ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ആലിപ്പറമ്പ് പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ പാർട്ടി മുന്നിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. പാർട്ടി ലാബിൽ മത്സരിച്ച് വിജയിച്ചു വന്ന് സ്ഥാനങ്ങൾ കിട്ടിയ ജനപ്രതിനിധികൾ പാർട്ടി പറയുന്ന സമയത്ത് പാർട്ടിയുടെ ചട്ടവട്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് ഏതൊരു പാർട്ടി പ്രവർത്തകൻ്റെയും അച്ചടക്കത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ അത് ലംഘിച്ചുകൊണ്ടാണ് ഈ ആലിപ്പറമ്പ് പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളും വിവാദങ്ങളൊക്കെ ഉണ്ടായത്. അതിനും അതിനൊരു പരിസമാപ്തി കുറിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ വാർഡിലും മുസ്ലിം ലീഗിൻ്റെ കൺവെൻഷനുകളും മീറ്റിങ്ങുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ വാർഡ് വിഭജനം അനുസരിച്ചിട്ടുള്ള 21 വാർഡ് 24 വാർഡാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള വാർഡ് കമ്മിറ്റികളും കൺവെൻഷനുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയും ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയും പറയുന്നതനുസരിച്ചുള്ള സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആലിപ്പറമ്പ് പഞ്ചായത്തിൽ കഴിഞ്ഞ 3 വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. KT അഫ്സൽ രാജിവെച്ചാൽ പഞ്ചായത്തിലെ മുസ്ലിം ലീഗിലെ തർക്കങ്ങൾ അവസാനിക്കുമെന്നാണ് കരുതുന്നത്. രാജിവെച്ചില്ലെങ്കിൽ വിഭാഗീയത രൂക്ഷമാകും. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFനെ ഇത് പ്രതികൂലമായി ബാധിക്കും. ശുചിത്വ റാങ്കിങ്ങിൽ ദേശീയ തലത്തിൽ മുന്നിലെത്തി ചെറുപ്പശ്ശേരി നഗരസഭ. നഗര ശുചിത്വവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സ്വച്ഛ് സർവേഷൻ ഗാർബേജ് ഫ്രീ സിറ്റി മൂല്യനിർണ്ണയത്തിൽ സംസ്ഥാനത്ത് 5ാം സ്ഥാനവും ദേശീയ തലത്തിൽ 161ാം സ്ഥാനവുമാണ് നഗരസഭ നേടിയത്. ഇന്ത്യയിലെ നഗരങ്ങളെ ശുചിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സ്വച്ഛ് സർവേഷൻ ഗാർബേജ് ഫ്രീ സിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള മൂല്യനിർണ്ണയത്തിലാണ് ചെറുപ്പശ്ശേരി നഗരസഭ മികച്ച നേട്ടം കൈവരിച്ചത്. 50,000-ന് താഴെ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ സംസ്ഥാനത്ത് 5ാം സ്ഥാനവും ദേശീയ തലത്തിൽ 161ാമത് സ്ഥാനവുമാണ് നഗരസഭയ്ക്ക് ലഭിച്ചത്. മുൻ വർഷങ്ങളിൽ സംസ്ഥാന തലത്തിൽ 82ാം സ്ഥാനവും ദേശീയ തലത്തിൽ 3694ാം സ്ഥാനത്തുമായിരുന്ന നഗരസഭ വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിയത്. മാലിന്യ നിർമ്മാർജ്ജന ശുചിത്വ മേഖലയിൽ നഗരസഭ നടത്തിയ വലിയ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഈ നേട്ടമെന്ന് നഗരസഭ ചെയർമാൻ P. രാമചന്ദ്രൻ പറഞ്ഞു. ദേശീയ ശുചിത്വ സർവേയുടെ റാങ്കിങ്ങിൽ കഴിഞ്ഞ കാലത്ത് വളരെ പിന്നിലായിരുന്നു ചെറുപ്പശ്ശേരി നഗരസഭ. എന്നാൽ കഴിഞ്ഞ കാലത്തുള്ള ബോധപൂർവമായ ഇടപെടലുകൾ നമ്മൾ ശുചീകരണ തൊഴിലാളികളും അതുപോലെ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങളും അതിലുപരി നാട്ടുകാരെ എല്ലാം ഇടപെടുത്തി ബഹുജന പങ്കാളിത്തത്തോടുകൂടി ചെറുപ്പശ്ശേരി നഗരസഭ നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായി ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ നഗരസഭ കഴിഞ്ഞ കാലത്ത് 4000-ന് താഴെയായിരുന്നു. അത്ര പിന്നിലായിരുന്നു. കേരളത്തിലെ മൊത്തം നഗരസഭകളിൽ ഇന്ത്യയിലായത്തെ മുഴുവൻ നഗരസഭകളിൽ 4000 നഗരസഭയ്ക്ക് പിന്നിലായിരുന്നു നമ്മളെങ്കിൽ പുതിയ റാങ്കിങ് പ്രകാരം ചെറുപ്പശ്ശേരി നഗരസഭ 161ാം സ്ഥാനത്തും നമ്മുടെ നഗരസഭയെ പോലുള്ള 50,000 ജനസംഖ്യയിൽ താഴെയുള്ള നഗരസഭകളുടെ ഗണത്തിൽ കേരളത്തിൽ 5ാം സ്ഥാനത്തും നമ്മുടെ നഗരസഭ എത്തി എന്നുള്ളത് നമ്മൾ നടത്തുന്ന പ്രവർത്തനത്തിലുള്ള അംഗീകാരമായി കാണുകയാണ്. ഈ അംഗീകാരം ലഭിക്കാൻ ഇവിടെ എല്ലാ വിഭാഗം ആളുകളുടെയും വലിയ പിന്തുണയാണ് നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. നേടിയെടുത്ത മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം തുടർന്ന് നിലനിർത്താൻ ഇത്തരം അംഗീകാരങ്ങൾ നമുക്ക് പ്രചോദനമാകുമെന്നൊരു സംശയമില്ല. മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ചന്തം ചാർത്താൻ ചെറുപ്പശ്ശേരിയുടെ ചുവട് പിടിച്ച് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്താൻ നഗരസഭയ്ക്കായിട്ടുണ്ട്. പ്രധാന കവലകൾ കേന്ദ്രീകരിച്ചുള്ള വേസ്റ്റ് ബിൻ സ്ഥാപിക്കൽ, എല്ലാ വാർഡുകളിലുമുള്ള മിനി MCF സ്ഥാപിക്കൽ, പ്രധാന കേന്ദ്രങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കൽ, ജലാശയങ്ങളുടെ നവീകരണം പോലുള്ള പ്രവർത്തനങ്ങളാണ് ഈ വലിയ നേട്ടത്തിലേക്ക് വഴിയൊരുക്കിയത്. നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളുടെ നിസ്വാർത്ഥ സേവനത്തിൻ്റെ ഫലം കൂടിയാണ് ഈ വലിയ നേട്ടം. മുഴുവൻ അങ്കണവാടികളും സ്മാർട്ടാക്കി മലപ്പുറം നഗരസഭ.
കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രി ജയന്ത് ചൗധരി ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്ത് ആദ്യമായാണ് ഒരു തദ്ദേശ സ്ഥാപനം ആ പ്രദേശത്തെ മുഴുവൻ അങ്കണവാടികളും എയർ കണ്ടീഷൻ സൗകര്യങ്ങളുള്ള മോഡേൺ ഹൈടെക് അങ്കണവാടികളാക്കി മാറ്റുന്നത്. മലപ്പുറം നഗരസഭയിലെ മുഴുവൻ അങ്കണവാടികളും സ്മാർട്ട് ആക്കിയതിന്റെ ഉദ്ഘാടനം കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രി ജയന്ത് ചൗധരി ഉദ്ഘാടനം നിർവഹിച്ചു. First grade in school at age 6. What that requires is at least 3 sections of Balvatikas need to be created. While some of our government schools have the capacity and there is an ongoing process to augment that infrastructure, the Anganwadis will also play a vital role. Nationwide mapping of Anganwadis with those Balvatikas has been undertaken, and I think this is a most important role that Anganwadis in the coming years will be playing. Therefore, I commend Malappuram Municipal Corporation for the cooperation given to the JSS, today's event, and also investing in our country's future through Anganwadi network. To all the officials from our ministry, the director of JSS, who appears very dynamic, who's been an educationalist, and now very committed and devoted to the JSS, officials who've come from Delhi representing Ministry of Skills, and all our JSS Parivar are beneficiaries. This site today is abuzz with a great energy. When I came in, the way you welcomed us, it was wholehearted welcome. Large gathering has come in today from different parts, different regions, from far off places. You've taken out time. എയർ കണ്ടീഷൻ, സ്മാർട്ട് TV, സൗണ്ട് സിസ്റ്റം, ഹൈടെക് കളിയുപകരണങ്ങൾ, ശിശു സൗഹൃദ ഫർണിച്ചറുകൾ, സ്റ്റോറേജ് ബിന്നുകൾ, മിക്സി, ഗ്രൈൻഡറുകൾ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളാണ് അങ്കണവാടികളിൽ ഒരുക്കിയിട്ടുള്ളത്. ഇത്തരം മാറ്റത്തിന് നേതൃത്വം നൽകിയ മലപ്പുറം നഗരസഭയെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. പുറംഭാഗം ട്രെയിനുകളുടെ കമ്പാർട്ട്മെന്റ് രൂപത്തിലും അകത്ത് ഏകീകൃത കളറിംഗ് നൽകിയും ശിശു സൗഹൃദ ആകർഷകമായ കാർട്ടൂൺ കഥാപാത്രങ്ങൾ വരച്ചും എല്ലാ അങ്കണവാടികളിലെയും ചുമരുകൾ തയ്യാറാക്കി. ആകെയുള്ള 64 അങ്കണവാടികളിൽ 42 അങ്കണവാടികൾ സ്വന്തം കെട്ടിടത്തിലും 22 അങ്കണവാടികൾ വാടക കെട്ടിടത്തിലുമാണ് പ്രവർത്തിക്കുന്നത്. സ്വന്തം കെട്ടിടത്തിലും വാടക കെട്ടിടത്തിലും ഒരേ തരത്തിലുള്ള സൗകര്യമൊരുക്കി എന്ന അപൂർവ നേട്ടവും മലപ്പുറത്തെ അങ്കണവാടികൾ നേടുകയുണ്ടായി. കേന്ദ്ര സർക്കാർ ഫണ്ടും നഗരസഭയുടെ തനത് ഫണ്ടും ഉൾപ്പെടെ 2,45 ലക്ഷം രൂപ ചെലവഴിച്ച് ബഹുവർഷ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി പൂർത്തിയാക്കിയത്. പദ്ധതി നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി വൈദ്യുതി കണക്ഷൻ ലഭിക്കാതിരുന്ന അങ്കണവാടികളിൽ ഉൾപ്പെടെ സമ്പൂർണ്ണമായി വൈദ്യുതീകരണ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി പൂർത്തീകരിച്ചു. അങ്കണവാടികളിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന രക്ഷിതാക്കൾക്കും പൂർണ്ണമായ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മുഴുവൻ രക്ഷിതാക്കൾക്കും ഇരിക്കുന്നതിന് വേണ്ടി 1000 കസേരകളാണ് നഗരസഭ 64 അങ്കണവാടികളിലായി നൽകിയത്. അങ്കണവാടിയിലെ വർക്കർമാരെയും ആയമാരെയും ശാക്തീകരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൗജന്യ വിനോദയാത്ര ഉൾപ്പെടെ നഗരസഭയുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി നടത്തിയിരുന്നു. നഗരസഭയിലെ മുഴുവൻ അങ്കണവാടികൾക്കും പങ്കെടുക്കാൻ കഴിയാവുന്ന തരത്തിൽ അങ്കണവാടി കലോത്സവത്തിനുള്ള തുകയും വകയിരുത്തിയിട്ടുണ്ട്. ഷൊർണൂർ വാടാനംകുറിശി സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി തൃശ്ശൂരിൽ മുങ്ങി മരിച്ചു. കോൾപ്പാടത്ത് കൂട്ടുകാരുമൊത്ത് കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെട്ട് മുങ്ങിപ്പോവുകയായിരുന്നു. കളത്തിൽ തൊടി വീട്ടിൽ റസാഖിന്റെ മകൻ മുഹമ്മദ് ഹാഷിം ആണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു മുഹമ്മദ് ഹാഷിം. പുള്ള കോൾ ടൂറിസം പദ്ധതി മേഖലയിലെ വിളക്കമ്മാടം കോൾപ്പാടത്ത് കൂട്ടുകാരുമൊത്ത് കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത്. കൂട്ടുകാരായ 16 അംഗ സംഘമാണ് വിളക്കുമാടം പാടശേഖരത്തിൽ നീന്താനിറങ്ങിയത്. 4 പേർ വെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ട് മുങ്ങിപ്പോയി. നാട്ടുകാർ സമീപത്തെ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ വഞ്ചിയുമായി തിരച്ചിൽ നടത്തി 3 പേരെ രക്ഷിച്ചെങ്കിലും ഹാഷിമിനെ കണ്ടെത്താനായില്ല. തൃശ്ശൂരിൽ നിന്നും നാട്ടികയിൽ നിന്നും എത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങളും സ്കൂബ സംഘം ഉൾപ്പെടെയുള്ളവർ നടത്തിയ തെരച്ചിലിലാണ് വ്യാഴാഴ്ച രാത്രി 7:45 മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വെള്ളിയാഴ്ച ഉച്ചയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഇടവേള. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് അട്ടപ്പാടി റോഡിൽ തെങ്കര ചിറപ്പാടത്തെ കുഴികൾ താൽക്കാലികമായി അടച്ചു. അതേസമയം മരം മുറിക്കാനുള്ള നടപടികളും വൈദ്യുതി ലൈൻ മാറ്റാനുള്ള നടപടികളും എവിടെയും എത്തിയിട്ടില്ല. നാട്ടുകാരുടെ യാത്രാ ദുരിതം തുടരും. മണ്ണാർക്കാട് അട്ടപ്പാടി റോഡിൽ ആദ്യഘട്ട നവീകരണം നടക്കുന്ന ചിറപ്പാടം ഭാഗം ചെളിക്കുഴിയായി യാത്ര അസാധ്യമായിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധവും മാധ്യമങ്ങളിലെ നിരന്തര വാർത്തയും MLAയുടെ ഇടപെടലുമായതോടെ കരാറുകാരൻ കുഴികളിൽ GSP ഇട്ട് നികത്തി താൽക്കാലികമായി വാഹനം ഓടുന്ന വിധമാക്കി. ഇത് എത്ര ദിവസം നിൽക്കുമെന്ന് കണ്ടറിയണം. എങ്കിലും വലിയ പാതാളക്കുഴികൾക്ക് താൽക്കാലിക ശമനമായി. ഇതിനിടെ ആനമൂളി പഴയ ചെരുപ്പ് കമ്പനിക്ക് സമീപം വലിയ കുഴി രൂപപ്പെടുകയും ചെയ്തു. ചിറപ്പാടം മുതൽ ആനമൂളി വരെയുള്ള ഭാഗത്തെ ടാറിംഗ് നടത്താൻ തടസ്സങ്ങൾ ഏറെയാണ്. കൽവെട്ടുകളുടെ പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല. 6 കിലോമീറ്റർ മുതൽ 8 കിലോമീറ്റർ വരെ അലൈൻമെന്റിൽ മാറ്റം വന്നു.
ഈ അലൈൻമെന്റ് അനുസരിച്ച് പണി പൂർത്തിയാക്കണമെങ്കിൽ മരങ്ങൾ മുറിക്കണം. പലതവണ ലേലം വെച്ചെങ്കിലും ആരും എടുക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയം ആനമൂളിയിലെ കൽവർട്ട് നിർമ്മാണത്തിന് തടസ്സമായിരുന്ന വലിയ മരം മുറിച്ചു മാറ്റിയിട്ടുണ്ട്. മരങ്ങൾ മുറിക്കുമ്പോഴേ വൈദ്യുതി ലൈൻ മാറ്റാൻ കഴിയൂ. മരം മുറിക്കുന്ന മുറയ്ക്ക് ലൈൻ മാറ്റുമെന്ന് KSEB അറിയിച്ചതായി KRFB അധികൃതർ അറിയിച്ചു. അട്ടപ്പാടിയിലേക്കുള്ള 33 kV ലൈനാണ് മാറ്റാനുള്ളത്. അതേസമയം വെള്ളിയാഴ്ച KRFB സംഘം റോഡ് സന്ദർശിച്ച് കരാറുകാരുമായി യോഗം ചേർന്നിട്ടുണ്ട്. കുലിക്കലൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഗുണഭോക്താക്കൾക്കുള്ള വീടിന്റെ താക്കോൽ ദാനവും നവീകരിച്ച EMS ഹാളിന്റെ ഉദ്ഘാടനവും ജൂലൈ 20 ഞായറാഴ്ച നടത്തും. മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട 465 ഗുണഭോക്താക്കളിൽ പണി പൂർത്തിയായ 126 വീടുകളുടെ താക്കോൽദാനമാണ് ഞായറാഴ്ച 12-ന് മന്ത്രി MP രാജേഷ് നിർവഹിക്കുക. 310 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. 60 ലക്ഷം രൂപ ചെലവിലാണ് EMS ഹാൾ നവീകരിച്ചത്. 250 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇപ്പോൾ ഹാളിലുണ്ട്. ഇതും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. സമ്പൂർണ്ണ കുടിവെള്ളം, പകൽ വീടുകളുടെ പ്രവർത്തനം, തരിശുഭൂമി കൃഷിയോഗ്യമാക്കൽ, ടേക്ക് എ ബ്രേക്ക് സെന്റർ തുടങ്ങി കഴിഞ്ഞ 4.5 വർഷം നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന് ഏറ്റെടുത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതായും പ്രസിഡന്റ് വി രമണി, വൈസ് പ്രസിഡന്റ് TK ഇസാഖ് എന്നിവർ പറഞ്ഞു. പഞ്ചായത്തിന്റെ 2023-24 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപയും 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപയും ടോട്ടൽ 60 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് EMS ഹാള് 250 പേർക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ള വളരെ വിപുലീകരിച്ചൊരു ഹാളിന്റെ ഉദ്ഘാടന കർമ്മമാണ് നിർവഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ലൈഫ് ഗുണഭോക്താക്കൾ നമ്മൾക്ക് ലൈഫിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട 465 ഗുണഭോക്താക്കളാണുള്ളത്. അതിൽ മുഴുവൻ ആളുകളും 6 പേര് ഒഴിച്ച് ബാക്കി മുഴുവൻ ആളുകളും എഗ്രിമെന്റ് വെച്ചു. 310 പേര് പ്രവൃത്തി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. 126 പേരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീടിന്റെ പ്രവൃത്തിയും പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന്റെ താക്കോൽദാനമാണ് നമ്മൾ ഞായറാഴ്ച നിർവഹിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം, പഞ്ചായത്തിൽ ഈ 4.5 വർഷക്കാലമായിട്ട് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി 6500 വീടുകൾക്ക് പൂർണ്ണമായിട്ടും കണക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനം ഈ ഭരണസമിതിയുടെ കാലയളവിൽ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പകൽ വീടിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടനത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. അടുത്ത മാസം തന്നെ അതിന്റെ ഉദ്ഘാടനം നമ്മൾ പൂർത്തീകരിക്കും. ചുണ്ടപ്പറ്റ സബ് സെന്ററിന് പുതുതായിട്ട് പുതിയ കെട്ടിടം നിർമ്മിച്ചു. തത്തനംപുള്ളി സബ് സെന്ററിന്റെ ശോചനീയമായ അവസ്ഥ പരിഹരിച്ച് അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വളരെ മാതൃകാപരമായ രീതിയിൽ അതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിൽ പണി പൂർത്തീകരിച്ച വാതക ശ്മശാനത്തിന്റെ ഉദ്ഘാടനവും അടുത്തു തന്നെ ഉണ്ടാകുമെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു. അതുപോലെ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയുടെ സഹായത്തോടുകൂടി വിവിധ പദ്ധതികളുടെ വിവിധ വർഷങ്ങളിലെ സഹായത്തോടുകൂടി നിരവധി റോഡുകൾ നമ്മൾ ജില്ലാ പഞ്ചായത്തിന് അതേപോലെ കോളനികളുടെ സമഗ്ര വികസനത്തിനൊക്കെ വിവിധ പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇടപെടലും നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ റോഡുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി പപ്പടപ്പടി തത്തനംപുള്ളി റോഡുകൾ അതിൻ്റെ വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 6500ഓളം കണക്ഷനുകൾ കുടിവെള്ള മേഖലയിൽ 70 കിലോമീറ്റർ ദൂരത്തിൽ വിവിധ മേഖലകളിൽ പൈപ്പിട്ട് ഈ 6500 അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും കുടിവെള്ള കണക്ഷൻ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ കുടുംബശ്രീ ആയാലും ഒക്കെ ഉൾപ്പെടുത്തി ടേക്ക് എ ബ്രേക്ക് സംവിധാനം ഏറ്റവും നല്ല രൂപത്തിൽ പഞ്ചായത്ത് കേന്ദ്രത്തിൽ വരുന്ന ആളുകൾക്ക് വളരെ പ്രയാസപ്പെട്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക്. അത് തന്നെ ഒരു പരിഹാരം എന്ന രൂപത്തിൽ പഞ്ചായത്ത് ആസ്ഥാനത്തിൽ തന്നെ നമുക്ക് ടേക്ക് എ ബ്രേക്ക് സംവിധാനം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ശ്രീകുമാർ, സെക്രട്ടറി VR അനിലാൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൃഷി ചെയ്യുന്ന നെൽകർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി ഉഴവ് കൂലിയിൽ ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുക്കുന്ന ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത്. ഈ കാലയളവിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയെന്നോണമാണ് ഈ വരുന്ന 20-ാം തീയതി കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ മന്ത്രി ശ്രീ MP രാജേഷ് അവർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭൗതിക സാഹചര്യത്തിൻ്റെ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള EMS ഹാളിൻ്റെ ഉദ്ഘാടനം കൂടി നിർവഹിക്കുകയാണ്. ശ്രീകൃഷ്ണപുരത്ത് കിണർ മഴയിൽ ഇടിഞ്ഞു താഴ്ന്നു. 10-ാം വാർഡിൽ സൂര്യ കോർണറിലെ കൊല്ലത്താനത്ത് സുകുമാരൻ്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. വേനൽക്കാലത്ത് കുടിവെള്ളത്തിനായി വീട്ടുകാരും പരിസര പ്രദേശങ്ങളിലുള്ളവരും ആശ്രയിച്ചിരുന്ന കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്.
റിങ്ങുകളടക്കം മുഴുവനായും കിണർ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. കിണറിലെ മോട്ടോർ, ആൾമറ എന്നിവയെല്ലാം നശിച്ചു. മിനിങ്ങാന്ന് ഒരു 6 മണിയോട് കൂടിയാണ് സംഭവം. സംഭവം നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്. ഈ വെള്ളം ഇങ്ങനെ ഓളം വെട്ടാണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഇടിഞ്ഞ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പോയി. മോട്ടറും അതിൻ്റെ ആൽമറയും എല്ലാം കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇനിയിപ്പോൾ വേനലായാലും ഇവിടുന്ന് ഈ അടുത്തുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് നിന്ന് വെള്ളമൊക്കെ കൊണ്ടുപോയി കുടിക്കാറൊക്കെ ഉണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഇത് പെട്ടെന്ന് ഇനിയിപ്പോൾ ഒരു കിണർ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കിണർ പുനർനിർമ്മിക്കാൻ ലക്ഷങ്ങൾ വേണ്ട സ്ഥിതിയാണ്. ദുരന്ത നിവാരണ ഫണ്ടുകൾ ഉപയോഗിച്ച് ആവുന്ന സഹായങ്ങൾ കുടുംബത്തിന് ചെയ്തു നൽകുവാൻ പഞ്ചായത്ത് വില്ലേജ് അധികൃതർ തയ്യാറാകണമെന്ന് BJP ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റി അംഗം രാജേഷ് പാർത്തല ആവശ്യപ്പെട്ടു. അവരും ഈ ചുറ്റുപാടുള്ള കുറച്ച് വീട്ടുകാരും കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് ഈ കിണറിനെയാണ്. വേനൽക്കാലമായ നിറയെ ആളുകൾ, ചുറ്റുപാടുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അവർക്ക് കുടിവെള്ളമാണ് മുടങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് നാശനഷ്ടം അവർക്കുണ്ടായി. കാരണം കിണറെന്ന് പറഞ്ഞാൽ അതിൽ 5-8 റിങ് ഉണ്ടായിരുന്നു. അതിന് പുറമെ ആൾമറ മൊത്തം വീണ് മോട്ടർ പോയി. എല്ലാം കൊണ്ട് അവർക്ക് ഒരുപാട് നഷ്ടം വന്നിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ. കാരണം അവരുടെ അവസ്ഥ ഇന്നിപ്പോൾ നമുക്ക് ഇവിടെ വന്നപ്പോൾ നേരത്തെ അറിയാൻ കഴിഞ്ഞു. കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്ന മുറ്റത്താണ് കിണറുള്ളത്. ആ കിണറിലേക്ക് അവിടേക്ക് ആരും പോകാതിരിക്കാൻ വേണ്ടി അവർ കാത്തുനിന്ന് പറയുകയാണ്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു മറവിയും കാര്യങ്ങളും ചെയ്യാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിയുന്ന എന്ത് സർക്കാർ ആനുകൂല്യമാണോ ആ കുടുംബത്തിന് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് പഞ്ചായത്തും വില്ലേജൊക്കെ ഒന്ന് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ഈ ഒരു അവസ്ഥ വലിയൊരു വേദനയുള്ള അവസ്ഥ തന്നെയാണ്. കാരണം കുടിവെള്ളമാണ് അവർക്ക് മുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് കാരണം എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഇതെത്താൻ വേണ്ടി ശ്രീകൃഷ്ണപുരം BJP പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി പാതയിൽ തോട്ടക്കര അരൂർക്കാവ് റോഡിന് സമീപം അപകട ഭീഷണി ഉയർത്തുന്ന രീതിയിൽ രൂപപ്പെട്ട കുഴി അടച്ചു. മലബാർ സിറ്റി ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ ഈ നടപടി. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി പാത നവീകരണ കരാർ ഏറ്റെടുത്ത കമ്പനിയാണ് തോട്ടക്കര അരൂർക്കാവ് റോഡിന് സമീപം രൂപപ്പെട്ട അപകട ഭീഷണി ഉയർത്തുന്ന കുഴി അടച്ചത്. ഗർത്തത്തിന് സമാനമായ കുഴി ഇരുചക്രവാഹനങ്ങൾക്കടക്കം അപകട ഭീഷണി ഉയർത്തുന്നതായുള്ള വാർത്ത കഴിഞ്ഞ ദിവസം മലബാർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് നവീകരണ പ്രവൃത്തികൾ ഏറ്റെടുത്ത കമ്പനി കുഴി മൂടിയത്. അപകട ഭീഷണി ഉയർത്തുന്ന കുഴിക്ക് മുകളിൽ നാട്ടുകാർ ഒരുക്കിയ താൽക്കാലിക മുന്നറിയിപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിട പറഞ്ഞിട്ട് 2 വർഷം. പ്രിയ നേതാവിന്റെ സ്മരണകളുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം സ്മൃതി ദിനത്തോടനുബന്ധിച്ച് വ്യത്യസ്തമായ പരിപാടികളാണ് വിവിധ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെയും പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. ചെർപ്പശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഭവനിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അക്ബർ അലി അധ്യക്ഷത വഹിച്ച പരിപാടി DCC മെമ്പർ PP വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നെല്ലായിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KMK ബാബു അധ്യക്ഷനായി. മൂസ പേങ്ങാട്രി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കിടപ്പ് രോഗികൾക്ക് ഭക്ഷണ കിറ്റ് വിതരണം നടത്തിയാണ് ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി സ്മൃതി ദിനം ആചരിച്ചത്. DCC സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ അധ്യക്ഷത വഹിച്ചു. INTUC ഷൊർണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. പരിപാടിയിൽ INTUC ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് വിനയകുമാർ PS അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി K കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പൊതുപ്രവർത്തകർക്ക് മാതൃകയായ വ്യക്തിത്വമെന്ന് AICC ട്രെയിനിംഗ് കോർഡിനേറ്റർ സമദ് മങ്കട പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സമദ് മങ്കട. കേരളത്തിൽ വികസന വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത് ദീർഘവീക്ഷണത്തോടെ സംസ്ഥാനത്തെ നയിച്ച മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും AICC ട്രെയിനിംഗ് കോർഡിനേറ്റർ സമദ് മങ്കട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജനകീയത മറ്റാർക്കും ലഭിച്ചിട്ടില്ലെന്നും സമദ് മങ്കട അഭിപ്രായപ്പെട്ടു. ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ വേർപാടിൻ്റെ 2 വർഷം എന്ന പേരിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറഞ്ഞിക്കൽ ആനന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രാജേഷ് ചേങ്ങാട് അനുസ്മരണ പ്രഭാഷണം നടത്തി. DCC അംഗങ്ങളായ TP മോഹൻദാസ്, ഷാജി കട്ടുപ്പാറ, മണ്ഡലം പ്രസിഡന്റുമാരായ TK രാജേന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റുമാരായ TK രാജേന്ദ്രൻ പെരിന്തൽമണ്ണ, ഷിബു ചെറിയാൻ പുലാമന്തോൾ, CK അൻവർ ആലിപ്പറമ്പ്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിന്ദു മോഹൻദാസ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷെഫീഖ് ചക്കാലി, ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ അഹമ്മദ് അലി പുലാമന്തോൾ,
ജനറൽ സെക്രട്ടറി ഹുസൈൻ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ദിനേശ് കണക്കഞ്ചേരി, നഗരസഭാ കൗൺസിലർ കൃഷ്ണപ്രിയ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ പത്മിനി ടീച്ചർ, CP ഷീബ, സേവാദൾ ജില്ലാ സെക്രട്ടറി PS രാധാകൃഷ്ണൻ, പ്രകാശൻ മാസ്റ്റർ ഏലംകുളം എന്നിവരും പങ്കെടുത്തു. മണ്ണാർക്കാട് തിരുവിഴാംകുന്ന് ഞെരളത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ആധ്യാത്മ രാമായണ സപ്താഹ യജ്ഞം ഞായറാഴ്ച ആരംഭിക്കും. യജ്ഞത്തിന്റെ മുന്നോടിയായി ഞായറാഴ്ച രാവിലെ സോപാന സംഗീതാർച്ചനയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. AKB നായരാണ് യജ്ഞാചാര്യൻ. ആനന്ദവല്ലി അങ്ങേപ്പാട്ട് പാരായണം നടത്തും. OC ഗോവിന്ദൻ നമ്പൂതിരി പൂജകൾക്ക് കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രം തന്ത്രിയും മുൻ ഗുരുവായൂർ മേൽശാന്തിയുമായ മൂർത്തിയടം കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഞായറാഴ്ച രാവിലെ നവഗ്രഹ പൂജ നടക്കും. രാവിലെ 9:30 മുതൽ ഞെരളത്ത് രാമദാസ്, സദനം രഞ്ജിത്ത്, താര പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിൽ സോപാന സംഗീതാർച്ചന നടത്തും. ഞെരളത്ത് രാമപൊതുവാളിന്റെ ജന്മസ്ഥലമായ ഞെരളത്ത് അദ്ദേഹത്തിന്റെ സ്മരണ പുതുക്കുന്നതിന്റെ ഭാഗമായാണ് സോപാന സംഗീതാർച്ചന നടത്തുന്നത്. വഴിപാട് കൗണ്ടർ, ഓഫീസ് എന്നിവയുടെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ ദണ്ഡപാണി നിർവഹിക്കും. പ്രസാദകൂട്ടും നടത്തും. 27 വരെയാണ് സപ്താഹം. തിങ്കളാഴ്ച രാവിലെ 8-ന് ആചാര്യനെ സ്വീകരിച്ച് യജ്ഞവേദിയിലേക്ക് ആനയിക്കും. ആചാര്യവരണം, രാമായണ മഹാത്മ്യ പ്രഭാഷണം എന്നിവ നടത്തും. 27-ന് പട്ടാഭിഷേകത്തോടെ സമാപിക്കും. പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ വട്ടശ്രീകോവിലുള്ള ഏറ്റവും വലിയ ജലാശയമുള്ള 1200 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിലെ കർക്കിടക മാസത്തിലെ പരിപാടികളെ ഈ സപ്താഹത്തോട് കൂടിയിട്ട് ആരംഭിക്കുകയാണ്. 20-ാം തീയതി ഞായറാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മൂർത്തിയടം കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നവഗ്രഹ പൂജ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ള രീതിക്ക് ക്ഷേത്രം വഴിപാട് കൗണ്ടർ, അതുപോലെ തന്നെ ഓഫീസ് പുതുതായി നിർമ്മിച്ചത്, അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മവും രാവിലെ 9:30 മണിക്ക് നടക്കുന്നുണ്ട്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ ശ്രീ ദണ്ഡപാണി മാഷാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ സോപാന സംഗീതത്തിൻ്റെ ആചാര്യനായിട്ടുള്ള ഞെരളത്ത് രാമപൊതുവാളുടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് പുതുക്കുന്നതിന് അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടും ഈ വർഷം സോപാന സംഗീത അർച്ചന ഞായറാഴ്ച രാവിലെ 9:30 മണി മുതൽ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ഭാരവാഹികളായ T ബാലചന്ദ്രൻ, A രഘുനാഥ്, KP മോഹൻദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നടന്ന ആനയൂട്ട് ഭക്തി നിർഭരമായി. നിരവധി ഭക്തരാണ് വിശേഷാൽ ദിനത്തിൽ ക്ഷേത്രത്തിലെത്തിയത്. രാമായണ മാസാചരണത്തോടനുബന്ധിച്ചാണ് ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടന്നത്. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. പടിഞ്ഞാറേ മഠം മണികണ്ഠൻ എന്ന ഗജവീരനെ പ്രത്യക്ഷ ഗണപതിയായി സങ്കല്പിച്ചായിരുന്നു ഗജപൂജ. ക്ഷേത്രം തന്ത്രിമാരായ ശ്രീധരൻ ചുമരത്തുമനയ്ക്കൽ, ദിവാകരൻ നമ്പൂതിരിപ്പാട്, കാലടി പടിഞ്ഞാറേടത്തുമന ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ആദ്യ ഉരുള നൽകി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ആനയൂട്ടിന് തുടക്കം കുറിച്ചു.
നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു, മെമ്പർ K സുധാകുമാരി, OK ബേബി ശങ്കർ, ട്രസ്റ്റ് ചെയർമാൻ വേണുഗോപാൽ, അംഗങ്ങളായ ഗിരീഷ്, അഡ്വക്കേറ്റ് സിനി, മോഹൻദാസ്, മാനേജർ K രാമകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. കേരള രാഷ്ട്രീയത്തിൽ അതികായനാണ് VS. മുൻ മുഖ്യമന്ത്രി കൂടിയായ VS അച്യുതാനന്ദനോടുള്ള ഇഷ്ടവും ആരാധനയുമെല്ലാം ചിലരെ സംബന്ധിച്ച് വളരെ വൈകാരികവുമാണ്. അത്തരമൊരു ആളാണ് തച്ചനാട്ടുകര കുന്നുംപുറത്തെ വീരാൻകുട്ടി. VSന്റെ പേരിലുള്ള വീരാൻകുട്ടിയുടെ ചായക്കട ഇന്ന് നാട്ടിൽ പ്രസിദ്ധമാണ്. വീരാൻകുട്ടിയെ നാട്ടുകാർ വിളിക്കുന്നതാവട്ടെ VS കുന്നുംപുറം എന്നും. VSന്റെ പേരിലുള്ള ഈ ചായക്കട നാട്ടിൽ പ്രസിദ്ധമാണ്. ചായക്കടക്കാരനും സാക്ഷാൽ VS അച്യുതാനന്ദന്റെ പേരിട്ട് 15 വർഷം മുന്നെയാണ് തച്ചനാട്ടുകര കുന്നുംപുറത്ത് മേലേത്തലയ്ക്കൽ വീരാൻകുട്ടി കട ആരംഭിച്ചത്. VS എന്ന പേര് മാത്രമല്ല, അദ്ദേഹത്തിന്റെ നിരവധി ചിത്രങ്ങൾ ചുമരുകളിലും പേരെഴുതിയ ബോർഡിലും കാണാം. കടയുടെ ഷട്ടർ തുറക്കുമ്പോൾ ആദ്യം കാണുന്നതും VSന്റെ മുഖം തന്നെ. അത്രയ്ക്കും ഇഷ്ടവും ആരാധനയുമാണ് തനിക്ക് VSനോടെന്ന് വീരാൻകുട്ടി പറയുന്നു. പെരുമാറ്റം, ഈ സംസാര രീതി, ഇതും അതുകൊണ്ട് തന്നെ പെരുമാറ്റം. ഒരു മനുഷ്യനായിട്ട് ഒരു ഇടപാട് ഒന്നിലേക്കും പോലെ ഒരേ ജീവിതം, ഒരു ആർക്കും ഭയം വെക്കൂല, ആരെയിട്ട് ഇതാക്കൂല. അപ്പോൾ അതിൻ്റെ ഉറച്ചൊരു കമ്മ്യൂണിസ്റ്റ് അല്ലാന്നുള്ള ആ സ്നേഹമാണ് മനസ്സിലുള്ളത്. ആ സ്നേഹം കൊണ്ട് തന്നെയാണ്, വേറെ ഒന്നുമല്ല. മറ്റോലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടും വിവാഹിത പറഞ്ഞു ഇങ്ങോട്ടുണ്ടാവും, അങ്ങനെ ഇങ്ങനെ ആനാചാരം. അത് പക്ഷേ നമ്മൾ പറയാം, നമുക്കും സഹാക്കളൊക്കെ ഒരുമായി തന്നെ. പക്ഷേ പ്രത്യേകിച്ച് ബഹുമാനം VS അച്യുതാനന്ദനോടുണ്ട്. VS കുന്നുംപുറം എന്ന പേരിലാണ് നാട്ടിൽ വീരാൻകുട്ടി അറിയപ്പെടുന്നത്. ചെറുപ്പകാലത്ത് പെരിന്തൽമണ്ണയിൽ വെച്ച് VSനെ കാണാനും കൈകൊടുക്കാനും സാധിച്ചതും തിളക്കം മങ്ങാത്ത ഓർമ്മയായി ഇന്നും വീരാൻകുട്ടിയുടെ ഓർമ്മയിലുണ്ട്. പിണറായി മുതൽ AKG വരെയുള്ള നേതാക്കളും പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്. നേതാക്കന്മാർ പിണറായി, അച്യുതാനന്ദൻ, EMS, AKG എല്ലാം നമ്മളെ പ്രിയപ്പെട്ടവരാണ്. പക്ഷേ ഇത് മുതിർന്നൊരു നേതാവ് നമ്മൾ കേരളത്തിലെ ഇന്ത്യയിലല്ലാത്ത പ്രത്യേകിച്ചൊരു നേതാവ് ഇനി പേരിലുണ്ടാവില്ല, ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ കാരണവരായ അതിൻ്റെ പേരിലിട്ടതാണ് അച്യുതാനന്ദൻ എന്നുള്ള പേര്. അയാളെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്, എല്ലാവരും ബഹുമാനിക്കും, ഒക്കെ ഒരുപോലെ ബഹുമാനിക്കുക. പക്ഷേ പ്രത്യേകിച്ച് അച്യുതാനന്ദനെ ബഹുമാനിക്കുന്നത് ഇതാണ്. 18 വർഷത്തെ സൗദിയിലെ പ്രവാസത്തിന് ശേഷമാണ് കുടുംബത്തിൻ്റെ ഉപജീവനമാർഗമായി കട തുടങ്ങിയത്. പഴയ പോലെ നാടൻ പാലിലുള്ള ചായ ആയതിനാൽ ഇപ്പോഴും തരക്കേടില്ലാത്ത കച്ചവടമുണ്ട്. പുലർച്ചെ 5:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 3 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ് കട പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരിങ്കല്ലത്താടി. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. സ്പോട്ട് ന്യൂസ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫൈനൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടി ഒറ്റപ്പാലം പാലാട്ട് റോഡ് സ്വദേശിനി PB ശ്രീലക്ഷ്മിയെ CPM ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. K പ്രേംകുമാർ MLA വീട്ടിലെത്തി ഉപഹാരം കൈമാറി. CA ഫൈനൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഒറ്റപ്പാലം കേരള കലാലയത്തിലെ MK ശശിധരന്റെയും കലാമണ്ഡലം സുധാ ശശിധരന്റെയും മകളായ PV ശ്രീലക്ഷ്മിയെയാണ് CPM പാലോട്ട് റോഡ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട്ടിലെത്തി അനുമോദിച്ചത്. K പ്രേംകുമാർ MLA ഉപഹാരം കൈമാറി. CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം MIA റസാഖ്, AP അഷറഫ്, PK ഗംഗാധരൻ, കലാലയ ലൈൻ നിവാസികൾ എന്നിവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു. CPI ജില്ലാ സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക ജാഥയ്ക്ക് കുളപ്പുള്ളിയിൽ സ്വീകരണമൊരുക്കി. സംസ്ഥാന കൗൺസിൽ അംഗം OK സേതലവി നയിക്കുന്ന പതാക ജാഥയ്ക്കാണ് സ്വീകരണം നൽകിയത്. പരുതൂർ പഞ്ചായത്തിലെ കുളമുക്കിൽ നിന്നും PT ഹംസയുടെ നാമധേയത്തിലുള്ളതാണ് പതാക. T ജയപ്രകാശ് അധ്യക്ഷനായി. EK സുഭാഷ്, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം A പ്രഭാവതി, മണ്ഡലം സെക്രട്ടറി P വിജയകുമാർ എന്നിവർ സംസാരിച്ചു. ജാഥാ ക്യാപ്റ്റൻ OK സേതലവി മറുപടി പ്രസംഗവും നടത്തി. അമ്പലപ്പാറ മുരുക്കുംപറ്റ കോൺഗ്രസ് ഭവനിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ പ്രഭാഷണവും പുഷ്പാർച്ചനയും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KK സാജൻ അധ്യക്ഷനായി. നേതാക്കളായ PS രാധാകൃഷ്ണൻ, KC അബ്ദുൾ റഹ്മാൻ,
കെ ഷമീർ, കെ എ ബഷീർ, പി സൂര്യനാരായണൻ, കെ കുഞ്ഞുമുഹമ്മദ്, CH അബ്ദുൽ അസീസ്, PK ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. പാലക്കാട് ജില്ലാ നിരത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. DCC നിർവാഹക സമിതി അംഗം K രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. MA പരമേശ്വരൻ, K ഉണ്ണികൃഷ്ണൻ, P പ്രിയ, MC നാരായണൻകുട്ടി, CN അനുരൂപ്, KV വിജയകുമാരി, K ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മളെ ബാങ്ക് തുടങ്ങിയ കാലത്ത് 3-4 കൊല്ലം ചന്ത അന്ന് മന്ത്രിസഭ കാലം ഒരു കൊല്ലം മറ്റ് സർവീസ് ബാങ്കുകൾക്ക് മാത്രമേ സാധനങ്ങൾ കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാധാരണ ദിവസം രാവിലെ നടത്തണ്ട നടത്തത്തിൻ്റെ പറഞ്ഞിട്ടുണ്ട് 7-നും 8-നും ഇടയിൽ ഉമ്മൻചാണ്ടി വിളിച്ചാൽ കിട്ടുമെന്ന് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ 7 മണി കഴിഞ്ഞാൽ നടത്തല്ല. ഒരു ദിവസം നമ്പറിൻ്റെ എത്തുണ്ട് വിളിച്ചു. ചെറുകൂടി ഭാഗത്ത് വെച്ചിട്ടാണ് വിളിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണാർക്കാട് നഗരസഭയിലെ കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവർക്ക് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്യാൻ തീരുമാനമെടുത്ത് കൗൺസിൽ. സർക്കാർ അനുമതിക്ക് കാത്തുനിൽക്കാതെയാണ് തീരുമാനം. കൗൺസിൽ യോഗം ചേർന്നത് ഓൺലൈനായി. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ജനങ്ങൾ ദുരിതത്തിലെന്ന CPMന്റെ ആരോപണം തള്ളി പ്രസിഡന്റ്. ആരോപണങ്ങളിൽ കഴമ്പില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള മുതലെടുപ്പിന്റെ ഭാഗമാണ് ആരോപണമെന്നും പ്രസിഡന്റ്. ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ തെരുവുനായ ആക്രമണം. പശുക്കുട്ടിയെ തെരുവുനായ്ക്കൾ കടിച്ചു കൊന്നു. നായ്ക്ക് പേവുള്ളതായി സംശയിക്കുന്നതായി നാട്ടുകാർ. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗിലെ പ്രശ്നങ്ങൾ ഒത്തുതീർന്നേക്കും. പ്രസിഡന്റ് KT അഫ്സൽ ജില്ലാ നേതൃത്വത്തെ രാജിസന്നദ്ധത അറിയിച്ചത് മഞ്ഞുരുകുന്നതിന്റെ സൂചന. രാജി നൽകിയാൽ സ്വാഗതം ചെയ്യുമെന്നും പാർട്ടി തീരുമാനമനുസരിച്ച് മുന്നോട്ടു പോകണമെന്നും ലീഗ് മണ്ഡലം പ്രസിഡന്റ് AK നാസർ. ശുചിത്വ റാങ്കിങ്ങിൽ ദേശീയ തലത്തിൽ മുന്നിലെത്തി ചെറുപ്പശ്ശേരി നഗരസഭ. സംസ്ഥാനത്ത് 5ാം സ്ഥാനവും ദേശീയ തലത്തിൽ 161ാം സ്ഥാനവും നേടിയാണ് കുതിപ്പ്. ഷൊർണൂർ, പട്ടാമ്പി നഗരസഭകൾക്കും മികച്ച നേട്ടം. മുഴുവൻ അംഗൻവാടികളും സ്മാർട്ടാക്കി മലപ്പുറം നഗരസഭ. രാജ്യത്ത് ഒരു തദ്ദേശ ഭരണ സ്ഥാപനം ഈ നേട്ടം കൈവരിക്കുന്നത് ആദ്യം. ഉദ്ഘാടനം കേന്ദ്രമന്ത്രി നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.